അങ്ങനെ നമ്മളുടെ കല്യാണ പെണ്ണിൻ്റെ സാരി സെലക്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് ഞാൻ ഇപ്പോഴത്തെ സെക്ഷനിലേക്ക് ഒന്ന് വന്ന് നോക്കിയിട്ടുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ വന്നപ്പോൾ മുതൽ എൻ്റെ കണ്ട് ഇങ്ങോട്ടായിരുന്നു കേട്ടോ, ഇവിടെ ഒന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു സെക്ഷനാണ്. എല്ലാ ബ്രൈഡ്സിനും ഉള്ളതുണ്ട് കേട്ടോ. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും എല്ലാ ബ്രൈഡ്സിനുള്ള ഐറ്റംസും ഉണ്ട്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചീൻ്റെ റിസപ്ഷനും ഏകദേശം ഇതേപോലത്തെ ഒരു മോഡലായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മളുടെ പയ്യൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പെണ്ണിൻ്റെ സാരി സെലക്ട് ചെയ്തിട്ട് അതിലുള്ള ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഷോർട്ട് കുർത്തിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു ഷോപ്പിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ പോയി ദേവുനും പിറ്റേ ദിവസം അമ്പലത്തിൽ ഇടാനുള്ള സാരിയും അതുപോലെ തന്നെ വിരുന്നതിന് അവൾക്ക് സാരി മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരി നമ്മൾ ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഷോപ്പിംഗ് ഒക്കെ പല ഷോപ്പുകളിൽ പോയിട്ടാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് അവിടുത്തെ ജ്വല്ലറി ഒന്ന് ഇട്ട് നോക്കിയിട്ടുള്ളതാണ്. അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് എന്തോ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് കേട്ടോ, 1000 അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ജ്വല്ലറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ വ്ളോഗ് ചാനൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കണേ.